ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് സ്വെറ്റ്, പിന്നെ ഡാർക്ക് പാച്ചസ് ഉണ്ടാവുന്നത് സ്കിന്നിൻ്റെ മേലെ, പിന്നെ ഇതൊക്കെ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യേണ്ടത്, പിന്നെ നന്നായി കെയർ എടുക്കുന്നത് എങ്ങനെ, സമ്മർ സീസണിനും ഏത് സീസൺ ആയാലും ശരി പ്രശ്നങ്ങൾ, സ്കിൻ പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ആദ്യമായിട്ട് പറയാനുള്ളത്, കുറേ റീസൺസ് ഉണ്ട് സ്കിൻ പ്രോബ്ലംസ് വരാനായിട്ട്. ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് സ്ട്രെസ്സാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ജോലി ചെയ്യുമ്പോൾ ഒരുപാട് സ്ട്രെസ് ഉണ്ടാവുന്നതും ടെൻഷൻ ഉണ്ടാവുന്നതാണ്, നോർമലാണ്. പക്ഷേ ഇന്നത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എല്ലാവർക്കും അറിയുന്നത് പോലെ വളരെയേറെ ഒരു ബിസി ലൈഫാണ് അല്ലേ എല്ലാവരുടെയും. അപ്പോൾ ആദ്യമായിട്ടാണ് പറയാനുള്ളത് സ്ട്രെസ്സും ടെൻഷനുമാണ്. പിന്നെ ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടാവും. പിന്നെ അടുത്തതായി പറയാനുള്ളത് ഇത് ഞങ്ങളുടെ ഒരു മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ഇത് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നതാണ്. അതിൽ മെയിൻ റീസൺ മെൻ്റൽ ഹെൽത്താണ് ഉദ്ദേശിക്കുന്നത്, അതൊരു കാരണമാണ്. പിന്നെ ഒരുപാട് നെഗറ്റിവിറ്റി മനസ്സിലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് തന്നെ ഉണ്ടെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായി പറയാനുള്ളത്, ഒരുപാട് ഈ ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുമല്ലോ. എക്സാമ്പിൾ, ഈ സിഗരറ്റ് വലിക്കുക ആണുങ്ങളാണെങ്കിൽ പറഞ്ഞ് ഇവിടെ പെമ്പിളരും ആമ്പിളരും എന്നല്ല പറയുന്നത്, പൊതുവെ പീപ്പിൾ ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുമ്പോൾ ആൽക്കഹോൾ കുടിക്കുന്നതും പബ്ബിലോട്ട് പോകുന്നതും നൈറ്റ് ലൈഫ്, അതായത് ഒരുപാട് പാർട്ടിക്ക് പോകുന്നതും നൈറ്റ് ലൈഫ്, പിന്നെ ബൈക്കിലൂടെ യാത്ര, നൈറ്റ് ഡ്രൈവ് ചെയ്യുക, നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നത്, ഉറക്കമില്ലാത്തത്, പിന്നെ അതൊരു ടൈം ടേബിൾ, അതായത് ബോഡി ക്ലോക്കിന് പറഞ്ഞ ഉറക്കം കുറവുള്ളതുകൊണ്ട്, ഇങ്ങനെ ഉള്ളതുകൊണ്ടും ഈ ചില സ്കിൻ പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ. പിന്നെ അടുത്തത് പറയാൻ, ഇത് പ്രിവെൻഷൻ എങ്ങനെയൊക്കെ ക്യൂർ ചെയ്യാമെന്നാണ്. പ്രിവെൻഷൻ ഒന്നും സിമ്പിളാണ്, അതായത് ഗുഡ് ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് രാവിലെ എണീക്കുക, വീട്ടിലിരിക്കുമ്പോഴൊക്കെ രാവിലെ എണീറ്റിട്ട് എക്സസൈസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം മെഡിറ്റേഷൻ, ബട്ട് ഇറ്റ്സ് ആൻ അഡീഷണൽ ഹെൽപ്പായിരിക്കും. അപ്പം ഞങ്ങളുടെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ലൈഫിന് വേണ്ടിയിട്ടുള്ളത്, ഞങ്ങളുടെ ജീവിതത്തിന് ഇത് ഹെൽപ്ഫുള്ളാവും. പിന്നെ മുമ്പിൽ ലൈഫിൽ ഗ്രോ ആവാനും ഇത് ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അടുത്തതായി പറയാനുള്ളത്, നന്നായി ഉറങ്ങണം. പിന്നെ ബുക്ക് വായിക്കുക, ന്യൂസ് പേപ്പർ വായിക്കാം, വല്ലതും നോളജ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഹാബിറ്റ് വയ്ക്കുക. അതായത് ന്യൂസ് ചാനൽ ന്യൂസ് നോക്കുക, ഒരു സ്റ്റോറി ബുക്ക് ആവാം, നോവലാവാം, ചിലർക്ക് പോയട്രി ഇഷ്ടമാണ്, ഇങ്ങനെ ഫിക്ഷൻ നോൺ ഫിക്ഷൻ സ്റ്റോറീസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ശീലങ്ങൾ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ ഉറങ്ങാറുമ്പോൾ എപ്പോഴും ഭഗവാനോട് പ്രേ ചെയ്ത് കിടക്കുക, എല്ലാം നന്നായിട്ട് നല്ല ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവണേ എന്ന് എപ്പോഴും ഗോഡിൽ പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് കേട്ടോ. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേലിൽ ചേഞ്ചസ് കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഓക്കെ.
അപ്പോൾ പിന്നെ പറയാനുള്ളത് ഒരുപാട് ഇത് റൈറ്റിംഗ് ഹാബിറ്റും വെക്കാം. ബുക്ക് എഴുതുന്നത്, ഡ്രോയിങ് എഴുതുന്നത്, പിന്നെ പുതിയ ഹാബിറ്റ് പഠിക്കുക, അതായത് ലാംഗ്വേജ് പഠിക്കുക. ഈ ഒരു ലോകത്ത് ഒരുപാട് പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. എക്സ്പ്ലോർ ചെയ്യുക, ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ലൈഫ് ഈസ് ജസ്റ്റ് എ ജേർണി. അതൊരു ഇൻട്രസ്റ്റിംഗ് ജേർണിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ആരോഗ്യവും നന്നായിരിക്കും, മെൻ്റൽ ഹെൽത്ത്, ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ നന്നായിരിക്കും. പിന്നെ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിക്കുക, എപ്പോഴും. നെവർ എവർ ഡോണ്ട് അലോ യുവർ സെൽഫ് ഡൗൺ എനിവെയർ, wherever you go. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ അടുത്തതായി പറയാനുള്ളത് ക്യൂറാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് തന്നെ നമുക്ക് ഹെൽപ്ഫുള്ളുള്ള ഹാബിറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുക. അതായത് വെള്ളം കുടിക്കുക, നന്നായി കറക്റ്റായി ന്യൂട്രീഷ്യസ് ഫുഡ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ പോസിറ്റീവ് ചിന്തകൾ നിറയുമ്പോൾ ഞങ്ങളുടെ ഇതിൽ ചേഞ്ചസ് കാണപ്പെടാറുണ്ട് കേട്ടോ, കാണാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സ്വെറ്റ് എന്ന് പറയുമ്പോൾ അത് നന്നായി വെള്ളം കുടിക്കുക, 2 നേരം കുളിക്കുക, പിന്നെ കോട്ടൺ ആയിട്ടുള്ള ഒരു ഫാബ്രിക് യൂസ് ചെയ്യുക എപ്പോഴും. അത് അക്കോർഡിംഗ് ടു യുവർ ക്ലൈമറ്റ്. ചിലവിടെ ഒരുപാട് ചൂട്, ചിലവിടെ തണുത്ത ഒരു ക്ലൈമറ്റ്, ചിലവിടെ മീഡിയം, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ നല്ലോണം ഉറങ്ങുക, റെസ്റ്റ് എടുക്കുക, ഒരുപാടൊന്നും സ്ട്രെസ്സ് എടുക്കാതെ ഇരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കുക. മൈൻഡിൽ എപ്പോഴും തോട്ട്സ് വന്നുകൊണ്ടേ ഇരിക്കും, പക്ഷെ നമുക്കത് കൺട്രോൾഡായിട്ട് വെക്കേണ്ടതുണ്ട്. കൺട്രോൾഡ് മൈൻഡ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഞങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും ഞങ്ങളുടെ സെൽഫായിട്ടുള്ള ഒരു ഹെൽപ്പ്. ഓക്കെ, സെൽഫ് ലവ് എന്ന് പറയും ഇതിന്, അനദർ വേർഡായിട്ട് പറയാനുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് പ്രശ്നങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ ഈ ഡാർക്ക് പാച്ചസ്, പിന്നെ ഇതൊക്കെ കുറയ്ക്കാനായിട്ടുള്ളത് ഒരുപാട് റെമഡീസ് ഉണ്ട് കേട്ടോ. വീക്ക്ലി അതൊക്കെ ചെയ്തുകൊണ്ട് വരാവുന്നതാണ്. അതായത് ഡാർക്ക് പാച്ച് ഉള്ളവിടെ കുറച്ച് കടലമാവും കുറച്ച് തൈരും മിക്സ് ചെയ്തിട്ട് ഡാർക്ക് പാച്ച് എവിടെ ആയിട്ടുണ്ട് അവിടെ മാത്രം യൂസ് ചെയ്തുകൊണ്ട് വരിക. അപ്പോഴൊക്കെ അത് ഒരു 2 monthsോളം ചെയ്ത് നോക്കുക. പിന്നെ അതിലൂടെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഫുഡ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക. ബാലൻസ്ഡായിട്ട് എല്ലാ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, നിങ്ങൾക്ക് ഫുഡ് എടുക്കുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് അലർജി ഉള്ളത് അത് മാറ്റി വെച്ചിട്ട് എല്ലാം എടുക്കാവുന്നതാണ്. ഇപ്പോൾ നന്നായി വെള്ളം കുടിക്കുക. മിനിമം എന്ന് വെച്ചാൽ 8 to 9 glasses ഓഫ് വാട്ടർ കുടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായി അതൊരു ഹെൽപ്ഫുള്ളാവും ഞങ്ങളുടെ ഒരു ശരീരത്തിന്. ഓക്കെ, അപ്പോൾ പിന്നെ എവിടെയായാലും കഴുത്തിൻ്റെ അവിടെ ആവാം, കാലിൻ്റെ അവിടെ ആവാം, ഇങ്ങനെ പാച്ചസ് ആയിട്ടുള്ള ഒരു ഇത് കേട്ടോ. അതൊക്കെ കുറയ്ക്കാൻ ഇതൊക്കെ ശ്രദ്ധിക്കുക. നന്നായി വെള്ളം കുടിക്കാനും ഇതൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് മെല്ലെ മാറ്റിയെടുക്കാൻ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. പിന്നെ അടുത്തതായി പറയാനുള്ളത്, പിന്നെ അടുത്തടുത്ത് തന്നെ ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. പിന്നെ കുറച്ച് തിരക്കായിപ്പോയി കേട്ടോ, ഫാമിലി ടൈം വേണമല്ലോ. അപ്പോൾ ഓക്കെ,
പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോസ് ഹെൽപ്ഫുള്ളാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും. ഓക്കെ, അടുത്ത ഒരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.